दूरवाणी प्रचारिणे शेषाशून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुखमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद्भागवतम तृतीय स्कंदम अध्याയം 29 ഭക്തിയുടെ സേവനം കപില ഭഗവാന്റെ വിശദീകരണം. ശ്ലോകം 28 മുതൽ 32 വരെ വായിക്കാം. ജീവാശ്രേഷ്ഠാ ഹ്യജീവാനാം തഥാ പ്രാണാഭൃതാ ശുഭേ തഥാ സാ ചിത്തപ്രവരാ തതശ്ചേന്ദ്രിയവൃത്തയഃ തത്രാപി സ്പർശവേദിഭ്യഃ പ്രവരാ രസവേദിനഃ तेभ्यो गन्धविदः श्रेष्ठा तदा शब्दविदो वराः रूपभेदाविदस्तत्र तदश्चोभयदो ददः तेषां बहुपदा श्रेष्ठा चतुष्पादस्ततो द्विपाद् तदो वर्णाश्च चत्वार तेषां ब्राह्मण उत्तमः ब्राह्मणेषु विवेदज्ञो ह्यर्थज्ञेभ्यधिगस्ततः अर्थज्ञात् संशयच्छेदा तदश्रेयान् स्वकर्मकृत् मुक्तसङ्गस्ततो भूया अदो भूया नदोग्धा धर्मात्मनः। हरे कृष्णा प्रभुजी। हरे कृष्णा। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरं मीलितं येन तस्मै श्रीगुरुवे नमः। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रव संयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकीं। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 29 ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം.
ശ്ലോകം 28. ജീവാ ശ്രേഷ്ഠ ഹ്യജീവാനാം തഥാ പ്രാണഭൃതശുഭേ തതസ്സ ചിത്തപ്രവരാ തഥാ ച ഇന്ദ്രിയവൃത്തയഃ. വിവർത്തനം. ഓ അനുഗ്രഹീതയായ മാതാവേ, ജീവസത്തകൾ ജഡവസ്തുക്കളെക്കാൾ ഉന്നതങ്ങളാകുന്നു. അവയിൽ തന്നെ ജീവിത ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവ ശ്രേഷ്ഠങ്ങളും വികസിച്ച അവബോധമുള്ള മൃഗങ്ങൾ അവയേക്കാൾ ശ്രേഷ്ഠങ്ങളും ഇന്ദ്രിയ സംവേദനം വികസിച്ചവ അതിശ്രേഷ്ഠങ്ങളുമാകുന്നു. ശ്ലോകം 29. തത്രാഭിസ്പർശവേദിഭ്യ പ്രവരാരസവേദിനഃ തേഭ്യോ ഗന്ധവിദ ശ്രേഷ്ഠ തഥാ ശബ്ദവിദോ വരാ. വിവർത്തനം. ഇന്ദ്രിയാവബോധം വികസിച്ച ജീവസത്തകൾക്കിടയിൽ രുചി തിരിച്ചറിയുന്നതിനുള്ള ഇന്ദ്രിയം വികസിച്ചവ സ്പർശേന്ദ്രിയം മാത്രം വികസിച്ചവയേക്കാൾ ശ്രേഷ്ഠങ്ങളാണ്. അവയേക്കാൾ ശ്രേഷ്ഠങ്ങളാണ് ഘ്രാണേന്ദ്രിയം വികസിച്ചവ. ശ്രവണേന്ദ്രിയം വികസിച്ചവ ഏറ്റവും ശ്രേഷ്ഠങ്ങളും. ശ്ലോകം 30. രൂപഭേദവിദസ്തത്ര തതശ്ചോഭയതോ ദദാഃ തേഷാം ബഹുപദാ ശ്രേഷ്ഠ ചതുപാദ തദാതിപാദ്. വിവർത്തനം. ശബ്ദം ശ്രവിക്കാൻ കഴിവുള്ള ആ ജീവികളെക്കാൾ ഉത്തമം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തെ വേർതിരിച്ചറിയാൻ കഴിവുള്ള ജീവികളാകുന്നു. അവയേക്കാൾ ശ്രേഷ്ഠം മേൽത്താടിയിലും കീഴ്ത്താടിയിലും ദന്തനിരകൾ വികസിച്ചിട്ടുള്ളവയും അവയേക്കാൾ ശ്രേഷ്ഠം പല കാലുകളുള്ള ജീവികളാകുന്നു. നാലുകാലികൾ അവയേക്കാൾ ശ്രേഷ്ഠതയുള്ള ജീവികളും ഏറ്റവും ഉത്കൃഷ്ടരായ ജീവികൾ മനുഷ്യരാകുന്നു. ശ്ലോകം 31. തഥാ വർണ്ണാശ്ച ചത്വാര സ്തേഷാം ബ്രാഹ്മണ ഉത്തമഃ ബ്രാഹ്മണേഷ്വഭിവേദജ്ഞോ ഹി അർത്ഥജ്ഞ അഭ്യധികസ്തതഃ. വിവർത്തനം. മനുഷ്യജീവികൾക്കിടയിൽ തൊഴിലിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിച്ചിട്ടുള്ളത് ഉത്തമമാകുന്നു. ആ സമൂഹത്തിൽ ബുദ്ധിപരമായി ഉയർന്നവരും ബ്രാഹ്മണരെന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളവരുമാണ് ശ്രേഷ്ഠർ. ബ്രാഹ്മണർക്കിടയിൽ വേദങ്ങൾ പഠിച്ചിട്ടുള്ളവർ ശ്രേഷ്ഠരും അവർക്കിടയിൽ വേദങ്ങളുടെ യഥാർത്ഥ പൊരുൾ അറിയുന്നവൻ ഉത്കൃഷ്ടനുമാകുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 32. അർത്ഥജ്ഞാ സംശയച്ചേത തഥാ ശ്രേയാൻ സ്വകർമ്മകൃത് മുക്തസംഗസ്തതോ ഭൂയാൻ അധോഗ്ധർമാത്മനഃ. വിവർത്തനം. വേദങ്ങളുടെ ലക്ഷ്യമറിയുന്ന ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് സംശയങ്ങളെ തുരുത്താൻ കഴിയുന്നവൻ. അവനേക്കാൾ ശ്രേഷ്ഠനാണ് ബ്രാഹ്മണിക തത്വങ്ങൾ അറിയുന്നവൻ. അവനേക്കാൾ ശ്രേഷ്ഠനാണ് എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനായവൻ. അവനേക്കാൾ ഉത്കൃഷ്ടനാണ് പ്രതിഫലേച്ഛയില്ലാതെ ഭക്തിയുത സേവനം നിർവഹിക്കുന്നവൻ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഭക്തൻ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ തിരിച്ചറിയണം. അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാനെ തിരിച്ചറിയാതെ ചെയ്യുന്ന ഭക്തി, ഭഗവാന്റെ വിഗ്രഹത്തിന് മാത്രം ചെയ്യുന്ന ഭക്തി, വിഗ്രഹത്തിന് ബഹുമാനത്തോടുകൂടി ഭക്തി ചെയ്യുകയും ഭക്തന്മാരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഭക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും സമദൃഷ്ടിയോടുകൂടി, എല്ലാവരും ഭഗവാന്റെ അംശമാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മരൂപത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഭക്തിയാണ് ശ്രേഷ്ഠം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും സൗഹാർദ്ദപൂർവ്വം പെരുമാറണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നേക്കാൾ ബോധ നിലവാരത്തിൽ ഉയർന്ന വ്യക്തികളോട് ബഹുമാനവും തന്നേക്കാൾ ആത്മീയമായിട്ട് പുറകിൽ നിൽക്കുന്നവരോട് കാരുണ്യവും കാണിക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ജീവജാലങ്ങളും വ്യത്യസ്ത ബോധ നിലവാരത്തിലാണുള്ളത് എന്ന് ഭഗവാൻ പറയുന്നു. എല്ലാ ജീവാത്മാക്കളിലും ഭഗവാനുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ടെങ്കിലും ഓരോ ജീവിയുടെയും പൂർവജന്മ കർമ്മത്തിന്റെ ഫലമായി ഓരോ വ്യത്യസ്തമായിട്ടുള്ള ജീവശരീരങ്ങളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്.
ഓരോ ജീവശരീരത്തിലും വ്യത്യസ്ത ബോധതലങ്ങളാണ് നിലനിൽക്കുന്നത്. ആ ബോധതലത്തിനനുസരിച്ചിട്ടുള്ള ഒരു ശ്രേണി, അതിൻ്റെ പടികൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു എവല്യൂഷൻ, പരിണാമത്തിനെ കുറിച്ച്, ബോധതലത്തിലുള്ള പരിണാമത്തെ കുറിച്ച് ഭഗവാൻ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഏതെല്ലാം ജീവികളാണ് ഉയർന്ന ബോധത്തോടു കൂടി ഇരിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ജീവികളാണ് താഴ്ന്ന തരത്തിലുള്ള ബോധത്തിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ബോധ നിലവാരം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ ജീവികളോടും പെരുമാറാൻ. ഭഗവാൻ പറഞ്ഞു എല്ലാവരോടും സുഹൃത്ഭാവത്തിലിരിക്കണം. പക്ഷേ അവരുടെ ബോധം, ആ ജീവികളുടെ ബോധ നിലവാരം കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ അവരോട് പെരുമാറാൻ. എല്ലാവരോടും ഒരേപോലെ സുഹൃത്ഭാവത്തിലിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അവരുടെ ബോധ നിലവാരം അനുസരിച്ചാണ് അവർ നമ്മളോട് തിരിച്ചു പെരുമാറുന്നത്. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ബോധം എത്രത്തോളമാണ് ഉള്ളത്. അതിനൊരു ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നത്, പട്ടി, പൂച്ച തുടങ്ങിയ ജീവികളൊക്കെ താഴ്ന്ന ബോധത്തിലുള്ള ജീവികളാണ്. അവർക്കൊരിക്കലും നമ്മുടെ മനുഷ്യന്റെ നിലവാരത്തിൽ ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് താഴ്ന്ന നിലവാരത്തിലുള്ള ജീവികളെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ അവയോട് പെരുമാറണം. അവയെ ഒരിക്കലും നമ്മളെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. താഴ്ന്ന തരം ജീവികളെ, കാരണം പട്ടി, പൂച്ച തുടങ്ങിയ ജീവികളൊക്കെ തമോ ഗുണത്തിലുള്ള ജീവികളാണ്. ആ തമോ ഗുണത്തിലുള്ള ജീവികളെ നമ്മൾക്ക് വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരെ നമ്മുടെ വീട്ടിനകത്തും അശുദ്ധിയാക്കി മാറ്റും. അപ്പോൾ എല്ലാ ജീവികളോടും സൗഹൃദഭാവത്തിലിരിക്കാൻ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ഓരോ ജീവജാലങ്ങളുടെയും ബോധത്തിന്റെ നിലവാരം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് പെരുമാറാൻ വേണ്ടി. ആ കാര്യം ഇവിടെ ഭഗവാൻ പറയുകയാണ്. ഏതെല്ലാം നിലവാരത്തിലുള്ള ജീവികളാണ് ഉയർന്നു നിൽക്കുന്നത്, ഏതെല്ലാം ജീവികളാണ് താഴ്ന്ന നിലവാരത്തിലുള്ളത് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത് ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ സ്വീകരിച്ചിട്ടുള്ള ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം. ആത്മീയ നിലവാരത്തിൽ എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഭൗതിക ലോകത്തിലായതുകൊണ്ട് ഭൗതിക ശരീരത്തിൽ എല്ലാ ജീവികളും ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ ബോധം വ്യത്യസ്തമായിട്ടിരിക്കും. 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജീവാ ശ്രേഷ്ഠ ജീവാനാം തദ പ്രാണഭൃത ശുഭൈ തദ ചിത്തപ്രവര തദശ്ചേന്ദ്രിയ വൃത്തയ. ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളത് അജീവാന, ജീവനില്ലാത്ത ജഡവസ്തുക്കൾ. ജഡവസ്തുക്കൾക്ക് തീരെ ബോധമില്ലാത്തത് കൊണ്ട് ആ ജഡവസ്തുക്കളാണ് ഏറ്റവും താഴ്ന്നിരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനേക്കാൾ ഉപരിയാണ് ജീവനുള്ള വ്യക്തികൾ, ജീവാത്മാക്കൾ, ജീവശരീരങ്ങൾ. അതിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നത് ജീവാ ശ്രേഷ്ഠ ഹജീവാന, നിശ്ചേഷ്ടമായിട്ടുള്ള, ജീവനുണ്ടെങ്കിൽ പോലും ജീവനില്ലാത്ത രീതിയിൽ ജീവന്റെ ലക്ഷണങ്ങൾ വളരെ കുറച്ച് മാത്രം പ്രകടിപ്പിക്കുന്ന ജീവികളാണ്. ജീവികളാണെന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. ചിലപ്പോൾ കല്ലുകൾ പോലെയൊക്കെയുള്ള ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. സമുദ്രത്തിന്റെ തീരത്തോ അല്ലെങ്കിൽ നദിയുടെ തീരത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ പാറപ്പുറത്ത് കുറെ ജീവികൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് പാറയാണോ അല്ലെങ്കിൽ അത് ജീവിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ ജീവന്റെ ലക്ഷണങ്ങൾ വളരെ കുറച്ച് പ്രകടിപ്പിക്കുന്ന ജീവികൾ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാത്ത ജീവികൾ, ആ ജീവികളാണ് ഏറ്റവും താഴ്ന്ന ബോധത്തിലുള്ളത് എന്ന് പറയുന്നു. ജീവാ ശ്രേഷ്ഠ ജീവാനാം തഥ പ്രാണഭൃത ശുഭേ. ആ അജീവീയമായിട്ടുള്ള ജീവലക്ഷണങ്ങൾ കാണിക്കാത്ത ജീവികളെക്കാൾ ഉപരിയാണ് ജീവന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ജീവജാലങ്ങൾ എന്ന് ഭഗവാൻ ഒരു പൊതുവായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളത് ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത ജീവികളാണ്. അവയേക്കാൾ ഉപരിയാണ് ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ജീവികൾ എന്ന് പറയും. തദസ്സ ചിത്തപ്രവര തദശ്ചേന്ദ്രിയ വൃത്തയ. ആ ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ജീവികളിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ
വ്യക്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുള്ള ജീവികളാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയും. ചില ജീവികളുടെ ഇന്ദ്രിയങ്ങൾ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് ഇതൊന്നും പ്രകടമായിട്ടുണ്ടാകും. അപ്പൊ താഴ്ന്ന തരം ജീവികൾ എന്ന് പറയുന്നത് അവയിൽ ഇന്ദ്രിയങ്ങൾ പ്രകടമായിട്ട് കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതത്ര പ്രവർത്തനക്ഷമമായിരിക്കുകയില്ല. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാകും. അതൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ജീവികളാണ് ഉയർന്ന നിലവാരത്തിലുള്ള ജീവികൾ എന്നിവിടെ ഭഗവാൻ പറയും. തദസ ചിത്തപ്രവര തദചേന്ദ്രിയ വൃത്തിയ. ഇന്ദ്രിയങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവികളാണ് ഉയർന്ന തരത്തിലുള്ള ജീവികളെന്ന് പറയും. ഇനി ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ജീവികളുടെ വിശദീകരണമാണ്, ക്ലാസിഫിക്കേഷനാണ്, വിഭജനമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തത്രാവി സ്പർശവേദിഭ്യ പ്രവര രസവേദിന തേഭ്യോ ഗന്ധവിധ ശ്രേഷ്ഠ തദ ശബ്ദവിധോവര. അതില് സ്പർശം മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവികളാണ് ഈ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവായിട്ടുള്ള ജീവികളിൽ ഏറ്റവും താഴ്ന്നു ഇരിക്കുന്നത് എന്ന് പറയും. സ്പർശം മാത്രം അറിയാൻ കഴിയുന്ന ജീവികൾ. അതിന്റെ ഉദാഹരണം ശ്രീല പ്രഭാതർ പറയുന്നത് സസ്യങ്ങൾ, വൃക്ഷങ്ങൾ. സസ്യജാലങ്ങൾക്കൊക്കെ സ്പർശനം അറിയാൻ സാധിക്കും. അവയെ തൊട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം. മറ്റ് ഇന്ദ്രിയ വിഷയങ്ങളൊന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവർക്ക് കാണാൻ സാധിക്കുന്നില്ല, അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ഗന്ധം അറിയാൻ സാധിക്കുന്നില്ല, അവർക്ക് രുചി അറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് അറിയാൻ സാധിക്കും, അല്ലെ? ചില സസ്യങ്ങൾ സ്പർശത്തിനോട് വളരെ ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്പർശം മാത്രം അറിയുന്ന സസ്യങ്ങളെ പോലെയുള്ള ജീവികളാണ് ഏറ്റവും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ജീവികളിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അവയേക്കാൾ ഉപരിയാണ് പ്രവര രസവേദിന. രുചി കൂടി അറിയാൻ സാധിക്കുന്ന ജീവികൾ. അവർക്ക് സ്പർശവും അറിയാൻ സാധിക്കും, രുചിയും അറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ജീവികൾക്ക് ഉദാഹരണം മത്സ്യങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങൾക്ക് രുചി അറിയാൻ സാധിക്കും, അവർക്ക് സ്പർശവും അറിയാൻ സാധിക്കും. മറ്റ് ഇന്ദ്രിയങ്ങൾ അത്ര ആക്റ്റീവായിട്ട് അതിൽ പ്രവർത്തിക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്പർശവും രുചിയാണ് ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. അതിനേക്കാൾ ഉപരിയാണ് തേഭ്യോ ഗന്ധവിധ ശ്രേഷ്ഠ. ആ രുചി അറിയാൻ സാധിക്കുന്ന ജീവികളെക്കാൾ ഉപരിയാണ്, ഉയർന്ന ബോധത്തിലാണ് ഗന്ധം തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവികൾ. അവർക്ക് സ്പർശവും രുചിയും ഗന്ധവും തിരിച്ചറിയാൻ സാധിക്കും. അത് മൂന്നും അവരിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അതിൽ ഗന്ധമാണ് അവർക്ക്, ഗന്ധത്തിന്റെ സഹായത്തോടെയാണ് അവർ കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഉദാഹരണം ഈച്ചകളൊക്കെയാണ്. ഈച്ച, തേനീച്ച, ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഗന്ധത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദൂരെയുള്ള ഗന്ധം പോലും തിരിച്ചറിഞ്ഞ് അവർ പറന്നു വരുന്നതായിട്ട് നമ്മൾ, കൊതുക് ഒക്കെ, അങ്ങനെയുള്ള ജീവികളൊക്കെ ഗന്ധത്തിന്റെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ജീവികളാണ്. തേഭ്യോ ഗന്ധവിധ ശ്രേഷ്ഠ തഥ ശബ്ദവിധോവര. അങ്ങനെ ഗന്ധം തിരിച്ചറിയാൻ, ഗന്ധം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ജീവികളെക്കാൾ ഉപരിയാണ് ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ പാമ്പുകൾക്കൊക്കെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും. പാമ്പുകളെ പോലെയുള്ള ജീവികളാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. ദൂരെയുള്ള തവളയുടെ കരച്ചിൽ കേട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പാമ്പുകൾക്ക് സാധിക്കും. നമ്മൾ നടക്കുന്ന ശബ്ദമൊക്കെ പാമ്പിന് കേൾക്കാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്ത ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവികൾ ഗന്ധം മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവികളെക്കാൾ ഉപരിയാണ് എന്ന് പറയും. സർപ്പങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ നടക്കുന്നതിന്റെ ശബ്ദം, ഒരു ഇരയുടെ ശബ്ദം, ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവികൾ ഗന്ധം തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവികളെക്കാൾ ഉപരിയാണെന്ന് പറഞ്ഞിരിക്കും. ഇനി 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രൂപഭേദ വിധസ്തത്ര തദശോഭയദോദത. അങ്ങനെ ശബ്ദം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ജീവികളെക്കാൾ ഉപരിയാണ് രൂപങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്ന ജീവികൾ. വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ കാണുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷികളൊക്കെ അതിന്റെ ഉദാഹരണമായിട്ട് പറയും. പക്ഷികൾക്ക് ദൂരെ പറക്കുന്ന സമയത്തും താഴെയുള്ള വ്യത്യസ്ത രൂപങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ആ രൂപം കണ്ടിട്ടാണ് അവർ ഇര പിടിക്കാനൊക്കെ വരുന്നത്. അപ്പൊ വ്യത്യസ്ത രൂപങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന പക്ഷികളെ പോലുള്ള ജീവികൾ ശബ്ദം കേട്ട് തിരിച്ചറിയുന്ന ജീവികളെക്കാൾ ഉപരിയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. രൂപഭേദ വിധസ്തത്ര തദശോഭയോ ദത.
അതിനേക്കാൾ ഉപരിയാണ് വായിൽ 2 നിരയിലും പല്ലുകളുള്ള ജീവികൾ എന്ന് പറയും. മേൽത്താടിയെല്ലിലും കീഴ്ത്താടിയിലും പല്ലുകളുള്ള ജീവികൾ അതിനേക്കാൾ ഉപരിയാണെന്ന് പറയും. അതിന് ഉദാഹരണം സ്രാവുകളെ പോലെയുള്ള ജീവികളാണ്. അവർക്ക് കാലുകളൊന്നുമില്ലെങ്കിൽ പോലും അവർക്ക് പല്ലുകളുണ്ട്. വായില് കീഴ്ത്താടിയിലും മേൽത്താടിയിലും പല്ലുകളുള്ള ജീവികൾ ഉയർന്ന തരം ജീവികളാണെന്ന്, ഇങ്ങനെയുള്ള പക്ഷികളെക്കാൾ ഉയർന്ന തരം ജീവികളാണെന്ന് പറഞ്ഞിരിക്കും. സ്രാവ്, അതേപോലെ സീല് പോലെയുള്ള ജീവികൾ. ഇനി അതിനേക്കാൾ ഉപരിയാണ് എന്ന് പറയും. തേഷാം ബഹുപദാ ശ്രേഷ്ഠ. അങ്ങനെയുള്ള കാലുകളില്ലാത്ത പക്ഷെ പല്ലുകളുള്ള ജീവികളെക്കാൾ ഉപരിയാണ് കാലുകളുള്ള ജീവികൾ എന്ന് പറയും. ധാരാളം കാലുകളുള്ള ജീവികളാണ്. തേഷാം ബഹുപദാ ശ്രേഷ്ഠ. 8 കാലി, അതേപോലെ ഞണ്ട്, തേള് തുടങ്ങിയിട്ടുള്ള ജീവികൾ. ഒരുപാട് കാലുകൾ നമുക്ക് കാണാൻ സാധിക്കും. തേരട്ട, ഇതിനൊക്കെ ഒരുപാട് കാലുകളുണ്ട്. അതിൽ മറ്റ് ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണുണ്ട്, ചെവിയുണ്ട്, അതേപോലെ മറ്റ് ഇന്ദ്രിയങ്ങളും അവരിൽ ആക്റ്റീവാണ്. തേഷാം ബഹുപദാ ശ്രേഷ്ഠ ചതുഷ്പാദസ്തോ ശ്രേഷ്ഠ ചതുഷ്പാദ. അതിനേക്കാൾ ഉപരിയാണ് 4 കാലുകളുള്ള ജീവികൾ എന്ന് പറയും. 4 കാലികളാണ്. ആന, കുതിര, ഒട്ടകം, പശു തുടങ്ങിയിട്ടുള്ള ജീവികൾ കൂടുതൽ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിരിക്കും. കൂടുതൽ കാലുകളുള്ള ജീവികളെക്കാൾ 4 കാലുകളുള്ള ജീവികളാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയും. അവരുടെ ബോധമാണ് കൂടുതൽ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് 4 കാലികൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അവർക്ക് മനുഷ്യനോട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിക്കും. മനുഷ്യന്മാർ സംസാരിക്കുന്നത് പലതും ഈ ജീവികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവർക്ക് മനുഷ്യന്മാരോട് അടുത്ത് ഇടപഴകാൻ, മനുഷ്യന്മാരുടെ പെരുമാറ്റം മനസ്സിലാക്കി പെരുമാറാൻ അവർക്ക് സാധിക്കും. അല്ല, അതുകൊണ്ട് മനുഷ്യർക്ക് ഈ 4 കാലികളൊക്കെ ഇണക്കി വളർത്താൻ സാധിക്കും. ആന, കുതിര, പശു, ഒട്ടകം തുടങ്ങിയ ജീവികളെ. അത് കൂടുതൽ ബോധം അവർക്കുള്ളത് കൊണ്ടാണ്. ശ്രേഷ്ഠ ചതുഷ്പാദ സ്തോ ദിപാദ. ആ 4 കാലികളെക്കാൾ ഉപരിയാണ് 2 കാലുള്ള ജീവികൾ എന്നത്. 2 കാലിൽ നടക്കുന്ന ജീവികൾ. 2 കാലിൽ പല ജീവികളും നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള കുരങ്ങന്മാർ. അതേപോലെ 2 കാലിൽ മാത്രം നടക്കുന്നതാണ് മനുഷ്യന്മാർ. അപ്പൊ മനുഷ്യന്മാരാണ് എല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും ഉയർന്ന ബോധതലമുള്ളത് എന്ന് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ദിപാദ്, ചതുഷ്പാദ തതോ ദിപാദ്. 2 കാലുള്ള മനുഷ്യന്മാരാണ് എല്ലാ ജീവജാലങ്ങളെക്കാൾ ഏറ്റവും ഉയർന്ന ബോധമുള്ളത് എന്ന്. ആരാണ് ബോധത്തിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. തതോ വർണ്ണാശ്ച ചത്വാര. വർണ്ണാശ്രമധർമ്മം തിരിച്ചറിഞ്ഞ് പാലിക്കാൻ സാധിക്കുന്ന മനുഷ്യന്മാരാണ് ഉയർന്ന ബോധമുള്ളവരെന്ന് പറയും. അവർക്ക് ഓരോ വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവരെ ഉയർന്ന ബോധത്തിലുള്ളവരെന്ന് പറയും. ഓരോ മനുഷ്യനും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവം അനുസരിച്ച് താൻ ഏത് വർണ്ണത്തിലാണ് അല്ലെങ്കിൽ താൻ ഏത് ആശ്രമത്തിലാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്ന മനുഷ്യരാണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ കലിയുഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല. അതല്ലെങ്കിൽ വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് പോയിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ ചാർജ് കേൾക്കുന്നില്ല പ്രഭു, കേൾക്കാൻ കഴിയുന്നില്ല. അപ്പൊ മനുഷ്യരില് ഈ വർണ്ണാശ്രമ വ്യവസ്ഥ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ജീവികളാണ്, മനുഷ്യരാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയും. കാരണം അവർക്ക് ഓരോ മനുഷ്യന്റെയും പെരുമാറ്റത്തിനനുസരിച്ച് അവർ ഏത് വർണ്ണത്തിലാണ് പെടുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. കലിയുഗത്തിൽ നമ്മൾക്കതിന് സാധിക്കുന്നില്ല. കലിയുഗത്തില് വർണ്ണാശ്രമം നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മളോട് ഏത് വർണ്ണത്തിലുള്ളവരാണ്, ഏത് ആശ്രമത്തിലുള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട്
പറയാൻ സാധിക്കുന്നില്ല. അത് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. പണ്ടത്തെ കാലത്ത് അത് തിരിച്ചറിഞ്ഞ് അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി പെരുമാറുന്നതിനനുസരിച്ച് ആ വ്യക്തി വർണ്ണാശ്രമത്തിൽ ഏത് ആശ്രമത്തിൽ വരും, ഏത് വർണ്ണത്തിൽ വരും എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒരു കുട്ടിയുടെ പെരുമാറ്റം ബ്രാഹ്മണ സ്വഭാവമുള്ളതാണോ, ക്ഷത്രിയ സ്വഭാവമാണോ, അല്ലെങ്കിൽ വൈശ്യ സ്വഭാവമാണോ, ശൂദ്ര സ്വഭാവമാണോ എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ ഗുരുക്കന്മാർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. വ്യത്യസ്ത നിലവാരത്തിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ എല്ലാവർക്കും ഒരേ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരേ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. ആ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച് വ്യത്യസ്ത നിലവാരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാനും വ്യത്യസ്ത നിലവാരത്തിലേക്ക് അവരെ എത്തിക്കാനും ഇന്ന് നമ്മൾക്ക് സാധിക്കുന്നില്ല. എല്ലാവർക്കും ഒരേ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. വ്യത്യസ്ത പ്രകൃതിയുള്ള കുട്ടികളാണ്, പക്ഷെ കൊടുക്കുന്നത് ഒരേ എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? തനിക്ക് യോജിച്ച തൊഴിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒരു യുവതലമുറയാണ് ഉണ്ടാകുന്നത്, അല്ലെ? എല്ലാവരും ഒരേ ഫീൽഡിൽ കോമ്പീറ്റ് ചെയ്യുന്നു, വ്യത്യസ്ത ഫീൽഡുകളിലേക്ക് അവരെ തിരിച്ചുവിടുന്നില്ല. എല്ലാവർക്കും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നു, തൊഴിലില്ലായ്മ ഉണ്ടാകും. ആർക്കെന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ വരും. ആ തൊഴിൽ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ തൊഴിൽ ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ജോലികളായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ അവർക്ക്, കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ എന്താണ് തൊഴിലിന്റെ ഉദ്ദേശം? നമ്മുടെ പ്രകൃതി അനുസരിച്ച് ഏത് തൊഴിലാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്, അനുയോജ്യമായിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട്, എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൽ വലിയ കൺഫ്യൂഷൻ സമൂഹത്തിൽ ഉണ്ടാകും. അങ്ങനെ തൊഴിലില്ലാത്ത ഒരു കൂട്ടം യുവാക്കളെ സൃഷ്ടിക്കാനാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സഹായിക്കുന്നത്. അത് വർണ്ണാശ്രമ വ്യവസ്ഥ തകർന്നത് കൊണ്ടാണ്, അല്ലെ? ഇന്ന് നിലനിൽക്കുന്നത് വർണ്ണസങ്കരമാണ്. എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ജോലിയുടെ ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ അവർ മാനുഷിക നിലവാരത്തിൽ നിന്ന് താഴോട്ട് പോകുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ജോലിയുടെ ലക്ഷ്യം വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ വർണ്ണാശ്രമ വ്യവസ്ഥ തകർന്ന സമയത്ത് അവരുടെ ലക്ഷ്യം എന്താണ്? ആഹാര നിദ്ര ഭയം മൈഥുനം. ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക, ഭയം, സ്വയം സംരക്ഷണത്തിന് വേണ്ടി വീട്, കൂട് ഇതൊക്കെ നിർമ്മിക്കുക, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ആകർഷണം, ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർ വിചാരിക്കും. അത് മാനുഷിക നിലവാരത്തിലുള്ള ചിന്തയല്ല, അത് മൃഗങ്ങൾക്കുമുള്ള ചിന്തയാണ്. അങ്ങനെ മനുഷ്യൻ ഈ ഈശ്വരബോധത്തിൽ നിന്നും മൃഗീയ ബോധത്തിലേക്ക് താഴ്ന്നു പോകും, വർണ്ണാശ്രമ വ്യവസ്ഥയുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ആ വർണ്ണാശ്രമ വ്യവസ്ഥ ആചരിക്കുന്ന മനുഷ്യന്മാരാണ് ഉയർന്നു നിൽക്കുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ ആ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിക്കുന്നവരിൽ ഏറ്റവും ഉയർന്ന ബോധമുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ഏറ്റവും ഉയർന്ന ബോധം ഉള്ള വ്യക്തി. തതോ വർണ്ണാശ്ചത്വാര തേഷാം ബ്രാഹ്മണ ഉത്തമ. കാരണം എന്താണ്? ബ്രാഹ്മണന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ശമാദമ, തിദിക്ഷ, തപസ്യ, ശൗചം, ആർജവം, അതേപോലെ ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, ബ്രഹ്മകർമ്മ സ്വഭാവ. 9 ലക്ഷണങ്ങളുള്ള ഈ മനുഷ്യനെയാണ്, അത് ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും, ആർക്ക് ജനിച്ച കുട്ടിയാണെങ്കിലും, ഈ സ്വഭാവങ്ങൾ കാണിക്കുകയാണെങ്കിൽ ബ്രാഹ്മണനായിട്ട് തിരിച്ചറിയണം. അത് ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാരെ വേദങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും. അവർക്ക് വേദങ്ങൾ പഠിക്കാനുള്ള അവസരം കൊടുക്കണം അങ്ങനെയുള്ള കുട്ടികൾക്ക്. ബ്രാഹ്മണേഷു വേദജ്ഞം. അങ്ങനെ ബ്രാഹ്മണൻ വേദം പഠിച്ചു കഴിഞ്ഞാൽ വേദജ്ഞനായിട്ട് മാറും, അല്ലെങ്കിൽ വിപ്രനായിട്ട് മാറും. അങ്ങനെ ബ്രാഹ്മണ സ്വഭാവം കാണിക്കുന്നവരിൽ വേദം പഠിച്ചവനാണ് ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന് പറയും. അർത്ഥജ്ഞോ അധികസ്ഥത. പക്ഷെ എല്ലാവരും വേദത്തിന്റെ അർത്ഥം, വേദത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അവർ വേദം പഠിച്ചിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കർമ്മകാണ്ഡത്തിൽ തന്നെ യജ്ഞങ്ങളൊക്കെ ചെയ്ത്, വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്ത് അതിൽ തന്നെ നിൽക്കും.
അങ്ങനെയുള്ളവരെക്കാൾ ഉപരിയാണ് അതിന്റെ അർത്ഥം ഗ്രഹിച്ചവർ. അതായത് വേദങ്ങളൊക്കെ പഠിക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കാനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് വേദം പഠിച്ചിട്ടുള്ള ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന് പറയുന്നത്. വേദേശ സർവേർ അഹമേവ വേദ്യു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എല്ലാ വേദങ്ങളുടെയും പഠനോദ്ദേശം ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ വേദത്തിന്റെ ഉദ്ദേശം ഗ്രഹിച്ചിട്ടുള്ള ബ്രാഹ്മണനാണ് കൂടുതൽ ശ്രേഷ്ഠൻ, അർത്ഥജ്ഞൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയവരിൽ ആരാണ് ശ്രേഷ്ഠൻ? അർത്ഥജ്ഞാ സംശയച്ഛേദ. ആ അർത്ഥം മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ജനങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ നൽകുന്ന, സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുന്ന, സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് കൂടുതൽ ശ്രേഷ്ഠൻ, അർത്ഥം ഗ്രഹിച്ചവരിൽ കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് പറയുന്നു. അങ്ങനെ അവരിലും ശ്രേഷ്ഠൻ ആരാണ് എന്ന് പറയുന്നത് സ്വകർമ്മകൃത്. പഠിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിൽ ആചരിക്കുക കൂടി ചെയ്യുന്ന വ്യക്തിയാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. സ്വകർമ്മകൃത്, ജീവിതത്തിൽ ആചരിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാരാണ് കൂടുതൽ അർത്ഥം ഗ്രഹിച്ചവരിൽ ശ്രേഷ്ഠരായിട്ടുള്ളത് എന്ന് പറയും. അവരെക്കാൾ ശ്രേഷ്ഠരാണ് മുക്തസംഗസ്തോ ഭൂയ, മുക്തരായിട്ടുള്ള ആളുകൾ. വേദങ്ങളിൽ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ച് മുക്തി നേടിയിട്ടുള്ളവർ കൂടുതൽ ശ്രേഷ്ഠന്മാരാണ് എന്ന് പറയും. അവരിലും ശ്രേഷ്ഠനാണ് ഭൂയോ അനദോക്ത ധർമാത്മന, ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്ന വ്യക്തികൾ. ഭഗവാന്റെ ഭക്തി യാതൊരു ഉദ്ദേശവും കൂടാതെ, എന്തെങ്കിലും ആഗ്രഹമില്ലാതെ, അന്യാഭിലാഷിതാശൂന്യം, ജ്ഞാനകർമാദി അനാവൃതം, മറ്റൊരു അഭിലാഷവും ഇല്ലാതെ ഭഗവാന്റെ ഭക്തി ചെയ്യുന്ന വ്യക്തികളാണ് ഇവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി. ഭഗവാന്റെ ശുദ്ധഭക്തനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പൊ ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് ഭഗവാനെ സേവിക്കുന്ന ഒരു വൈഷ്ണവ ഭക്തൻ എന്നിവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. ഒരു വൈഷ്ണവൻ ഓൾറെഡി ബ്രാഹ്മണനാണ്. ആ ബ്രാഹ്മണനേക്കാളൊക്കെ ശ്രേഷ്ഠനാണ് ഭഗവാന്റെ ഭക്തൻ എന്നുള്ള കാര്യം ഇവിടെ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി ഭഗവാന്റെ ശുദ്ധഭക്തനാണ് എന്നിവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നാമം ജപിക്കാൻ സമയമായിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാതാജി ജപിച്ചു. ഹരേ കൃഷ്ണ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे